ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി വിഭവമാണിത്. എല്ലാവരും അതിനായി വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി 2 പാക്കറ്റ് മോര്, 1 കഷ്ണം ഇളവൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് നല്ല ജീരകം. ഒപ്പം നമുക്ക് 1 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഇളവൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലേക്ക് ഞാൻ ഇളവൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വെക്കാം. ജസ്റ്റ് ഒറ്റ വിസലിന് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടുന്നതാണ്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും നല്ല ജീരകവും ഒപ്പം ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായി ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് 2 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇളവനും അതിലുണ്ടായിരുന്ന വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മോരാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യത്തെ പാക്കറ്റ് മോര് ആഡ് ചെയ്തു. ഒപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് മോരും കൂടി ആഡ് ചെയ്യാം. ഇത് നല്ല പുളിയുള്ള മോരാണ്. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് താളിക്കണം. അപ്പോ അതിനായി ഞാൻ ഒരു ചീനച്ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നേരത്തെ കടുക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് കടുക് മാത്രത്തിൽ ആഡ് ചെയ്താൽ മതി. ഒപ്പം തന്നെ അതിലേക്ക് വേപ്പിലയും വറ്റൽമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ രണ്ടാമത് പ്രാവശ്യം കൂടി ഇത് താളിക്കുന്നത്. നമുക്ക് ഇത് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സർവ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഒരുപാട് ചോറ് ഈ മോരുകറി കൂട്ടി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2-3 ദിവസം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.